സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ കാലാവധി അവസാനിക്കാനിരിക്കെ ഹൈക്കോടതി അനുവദിച്ച സമയപരിധിയുടെ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ നിർണായകമായ നീക്കങ്ങളാണ് ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ SIT സംഘം നടത്തിയിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വമ്പന്മാരിലേക്ക് അടുക്കാനുള്ളൊരു ശ്രമം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്ത നടപടി നമ്മളേവരും കണ്ടതാണ്. പക്ഷേ അതിനു മുന്നേ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം SIT നടത്തിയിരുന്നു. അതായത് തുടക്കം മുതൽ പത്മകുമാറിലേക്കും വാസുവിലേക്കും മാത്രം എത്തി നിൽക്കാതെ മുകളിലേക്ക് കൂടി മന്ത്രിതലത്തിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ആരെയാണ് SIT സംഘം ഭയക്കുന്നത്? SITയുടെ കാലിൽ ചങ്ങലയിട്ടതുപോലെ പ്രവർത്തിക്കാതെ ശക്തമായി തന്നെ നടപടികൾ സ്വീകരിക്കണമെന്ന ആഹ്വാനം തന്നെയായിരുന്നു ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ഈ സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ഉന്നതരിലേക്ക് നടന്നെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തമിഴ്നാട്ടിലേക്ക് കേസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. സമാന്തരമായി കേരളത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിനെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞുവെന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ കൂടിയാണ് നടന്നിരിക്കുന്നത്. ശനിയാഴ്ച ദിവസമാണ് ചോദ്യം ചെയ്യാനായി ഇവരെ വിളിച്ചു വരുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാലഘട്ടത്തിൽ എന്തൊക്കെ വിവരങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം? പോറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പത്മകുമാർ നടത്തിയ നീക്കങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അറിവുണ്ടായിരുന്നോ? ഇത്തരത്തിലുള്ള വിവരശേഖരണത്തിനായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തിയത്. അതുകൂടാതെ തന്നെ പത്മകുമാറിൽ നിന്നും നിർണായകമായ ചില വിവരങ്ങൾ മൊഴി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് സാധൂകരിക്കാൻ വേണ്ടി തന്നെയാണ് കടകംപള്ളിയെ വിളിച്ചു വരുത്തിയത്. കേസിൽ റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിൻ്റെയും ഗോവർദ്ധൻ്റെയും ജാമ്യാപേക്ഷ ആകട്ടെ കോടതി തള്ളിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 40 ദിവസമായിട്ടാണ് പത്മകുമാർ ജയിലിൽ കഴിയുന്നത്. മണ്ഡലകാലം പൂർത്തിയാകുന്നതിന് മുന്നേയെങ്കിലും പുറത്തിറങ്ങാൻ കഴിയുമെന്നൊരു പ്രത്യാശ പത്മകുമാറിനുണ്ടായിരുന്നു. പക്ഷേ പത്മകുമാറിൻ്റെ മനസ്സിലെ വിഗ്രഹത്തെ അടക്കം ഈ അടുത്ത് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചപ്പോൾ ഇനി അതും സാധ്യമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് വേണം അനുമാനിക്കാൻ. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന് ആവർത്തിച്ച് ഹൈക്കോടതി പറയുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് ഈ അന്വേഷണത്തിലെ മുരടിപ്പ് എന്ന ചോദ്യം ജനങ്ങളടക്കം ഉയർത്തുമ്പോൾ തെളിവൊന്നും തന്നെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, തൊണ്ടി ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല, വ്യക്തമായ രീതിയിൽ തെളിവ് ശേഖരണത്തിനും കഴിഞ്ഞിട്ടില്ല. സ്വർണം കൊള്ളയടിച്ചു എന്ന് പറയുന്നെങ്കിലും എത്ര സ്വർണം, ആ സ്വർണം എവിടെ പോയി, അത് ആര് പങ്കുപറ്റി എന്ന വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ജാമ്യം തള്ളിയ കോടതിയാകട്ടെ ഹർജികൾ പരിഗണിക്കുന്നത് അവധിക്ക് ശേഷം മാത്രമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. SITക്ക് അങ്ങനെ വീണ്ടും കുറച്ചുകൂടി സമയം ലഭിക്കുന്നു. ഈ സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായ തെളിവ് ശേഖരണത്തിന് സാധിക്കുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമുണ്ടായിരുന്ന മന്ത്രി എന്ന നിലയിലാണ് നിലവിൽ കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടവർ സൂചന നൽകുന്നത്. ശബരിമലയിൽ നിന്നും പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന പരാതിയിൽ D മണിയെയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ചോദ്യം ചെയ്ത വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് രാവിലെ D മണി തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട പലവിധ വിഷയങ്ങളുമാണ് ഇന്നത്തെ ദിവസം ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. D മണിയുടെ സുഹൃത്തായ ബാലമുരുകനും ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുണ്ട്. ദിണ്ടുകലിലെത്തി മണിയെ ചോദ്യം ചെയ്ത് തിരുവനന്തപുരത്തെത്താനായി ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ നിഷേധിക്കുന്നു. എന്നിരുന്നാൽ പോലും അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറെ ദുരൂഹതകൾ മണിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഗ്രഹക്കടത്തിൽ മണിക്ക് പങ്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു SIT. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ പ്രവാസി മലയാളി നൽകിയ മൊഴി, അദ്ദേഹത്തിൻ്റെ മൊഴി അനുസരിച്ചും അതുകൂടാതെ മാധ്യമങ്ങളിലൂടെ D മണിയെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഇയാൾ തന്നെയാണ് ഈ കടത്തിന് പിന്നിലുണ്ടായിരുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഗ്രഹക്കടത്തിൽ ഇയാൾക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് മൊഴിയും നൽകിയിട്ടുണ്ട്. ശബരിമലയിലെ ഒരു ഉന്നതന്റെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ട് ശബരിമലയിൽ നിന്നും പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നായിരുന്നു പ്രവാസി കൊടുത്ത മൊഴി. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ അറസ്റ്റിലായത്. എന്നാൽ ഇതിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴിയാകട്ടെ എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിൻ്റേതെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ്. പത്മകുമാറിനെ മാത്രം പ്രതിയാക്കി അതിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു ശ്രമം തന്നെയാണ് വിജയകുമാർ നടത്തുന്നത്. സഖാവ് പറഞ്ഞു, താൻ ഒപ്പിട്ടു എന്ന് തന്നെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. അക്കാര്യത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന കുറ്റം മാത്രമേ വിജയകുമാറിനെതിരെ SIT ചുമത്തിയിട്ടുള്ളൂ. സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം ബോർഡ് യോഗത്തിൽ പത്മകുമാർ പറഞ്ഞപ്പോൾ മറ്റൊന്നും തന്നെ വായിക്കാതെ, മറ്റൊന്നിലേക്ക് തന്നെ ചിന്തിക്കാതെ ഒപ്പിട്ടു എന്നാണ് SIT വിജയകുമാർ അറിയിച്ചിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പിൽ ഇക്കാര്യങ്ങൾ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. പത്മകുമാർ ഒരു തീരുമാനമെടുത്തപ്പോൾ അതിനെ എതിർക്കാനായി തോന്നിയിരുന്നില്ല.
എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയായിരിക്കും അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടതെന്നാണ് തങ്ങളെല്ലാം കരുതിയത്. എല്ലാം തന്നെ അതുകൊണ്ട് പത്മകുമാറിന്റെ തീരുമാനമായിരുന്നു. അദ്ദേഹത്തിന് അറിയാതെ അവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല. സഖാവ് പറഞ്ഞതനുസരിച്ച് മാത്രം താൻ പ്രവർത്തിച്ചു. സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം ബോർഡിൽ വെച്ച് സഖാവ് പറഞ്ഞു. അദ്ദേഹത്തെ വിശ്വസിച്ചതുകൊണ്ടാണ് മറ്റൊന്നും വായിക്കാതെ അതിൽ ഒപ്പിടാനായി പോയത്. ഇനിയും പുറത്തു നിന്നാൽ സർക്കാരിന് നാണക്കേടാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് താനിപ്പോൾ കീഴടങ്ങാൻ തയ്യാറായെന്നാണ് വിജയകുമാർ മൊഴി നൽകിയത്. സ്വർണ്ണപ്പാളി മാറ്റുന്ന കാര്യം അടക്കം ബോർഡിൽ അവതരിപ്പിച്ചത് പത്മകുമാർ ആയിരുന്നു. പ്രധാന തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ടത് പ്രസിഡന്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് അതൊന്നും വായിച്ചു നോക്കേണ്ടതോ അതിലൊന്നും ക്രോസ് വിസ്താരം നടത്തേണ്ടതോ ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് തങ്ങൾ കരുതിയത്. എന്നാൽ ഈ തട്ടിപ്പിൽ തനിക്ക് ഉത്തരവാദിത്തം ഒന്നും തന്നെ ഇല്ല എന്ന രീതിയിൽ വിജയകുമാർ കൊടുത്തിരിക്കുന്ന മൊഴി പത്മകുമാറിന്റെ തലയിലേക്ക് എല്ലാം അടിച്ചേൽപ്പിക്കുന്നത് ഒട്ടും തന്നെ വിശ്വാസയോഗ്യമല്ല എന്ന് SIT കരുതുന്നുണ്ട്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുൻ ബോർഡ് അംഗം വിജയകുമാർ വീഴ്ച വരുത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പോറ്റി അടക്കമുള്ള പ്രതികൾക്ക് അന്യായ ലാഭമുണ്ടാക്കാൻ കൂട്ടുനിന്നു, അയ്യന്റെ സ്വത്ത് കൊള്ളയടിച്ചു, ബോർഡിന് നഷ്ടമുണ്ടാക്കി, ഇതൊക്കെ തന്നെ SIT ചൂണ്ടിക്കാട്ടുകയാണ്. വിജയകുമാർ കട്ടളപ്പാളി കേസിൽ 12ാം പ്രതിയും ദ്വാരപാലക കേസിൽ 15ാം പ്രതിയുമാണ്. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് വിജയകുമാറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യാനായി കഴിഞ്ഞത്. സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്ന് കുടുംബാംഗങ്ങളെ അറിയിച്ച ശേഷം മുൻകൂർ ജാമ്യ ഹർജി പിൻവലിച്ച് അഭിഭാഷകനൊപ്പം SITക്ക് മുന്നിൽ വിജയകുമാർ കീഴടങ്ങുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ബോർഡിനാകെ എന്നാണ് പത്മകുമാർ പറയുന്നത്. താൻ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് നടത്തിയതല്ല ഈ പ്രവൃത്തികൾ. തനിക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഒരു കൂട്ടുത്തരവാദിത്തത്തോടുകൂടി അംഗങ്ങളെല്ലാം അറിഞ്ഞു തന്നെ 2019 ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനുള്ള അനുമതി നൽകി. അതിൽ തനിക്ക് മാത്രമായി പ്രത്യേക ലാഭമില്ല എന്നാണ് വിജയകുമാർ പറയുന്നത്. വിജയകുമാറിന്റെയും ശങ്കരദാസിന്റെയും അറസ്റ്റ് വൈകുന്നതിലുള്ള വിമർശനം നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോഴും വിജയകുമാർ മാത്രമേ പോലീസിന് മുന്നിൽ SITക്ക് മുന്നിൽ എത്തിയിട്ടുള്ളൂ. ശങ്കരദാസിന്റെ കാര്യം അവ്യക്തമാണ്. SITക്ക് ആകട്ടെ കടുത്ത നടപടികളിലേക്ക് ഇനി കടക്കേണ്ട സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം മുൻ മന്ത്രിയടക്കം ചോദ്യം ചെയ്തിരിക്കുന്നത്. 3ാം വട്ടം ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിൽ പോലും മുൻകൂർ ജാമ്യ ഹർജിയും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാനായി കഴിഞ്ഞത്. ഇരുവരും ഹാജരായിട്ടുണ്ടായിരുന്നില്ല. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളാൻ സാധ്യതയുണ്ടെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി പിൻവലിച്ച് അഭിഭാഷകനൊപ്പം വിജയകുമാർ SITക്ക് മുന്നിലേക്ക് എത്തിയത്. SP ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം വിജയകുമാറിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. പ്രസിഡന്റും ഉദ്യോഗസ്ഥരും അറിഞ്ഞുള്ള ഇടപാടാണെന്നും തനിക്ക് ഒരു തരത്തിലും യാതൊരു വിധത്തിലുമുള്ള പങ്കില്ല എന്നാണ് വിജയകുമാർ ആവർത്തിച്ച് പറയുന്നത്. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വിജയകുമാറിനെ റിമാൻഡും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറും ഒരു ഗൂഢാലോചന നടത്തിയെന്നാണ് പറയുന്നത്. രേഖകളിൽ കൃത്രിമം കാട്ടി ബോർഡിന് നഷ്ടമുണ്ടാക്കാൻ വേണ്ടി പലവിധ ഗൂഢ പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തു. അതൊക്കെ തന്നെ ഇവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ്, ധനസമാഹരണത്തിന് വേണ്ടിയാണെന്നൊക്കെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. CPM തിരുവല്ലം ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള വിജയകുമാറിന്റെ അറസ്റ്റ് CPMനെ സംബന്ധിച്ച് വലിയൊരു പ്രതിരോധത്തിലായിട്ടുണ്ട്, വലിയ തോതിൽ തന്നെ സമ്മർദ്ദത്തിലായിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്ന CPM നേതൃത്വത്തെ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുന്ന രീതിയിലാണ് നിലവിൽ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് KP ശങ്കരദാസ് മുന്നോട്ട് പോകുന്നത്. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യണമോ കസ്റ്റഡിയിൽ എടുക്കണമോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഏറെ ദുരൂഹത നിലനിൽക്കുന്നതും. ഇനിയിപ്പോൾ എന്താകും മറ്റു നടപടികൾ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാൻ സാധിക്കും.